ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതിയതായി തീർന്നിരിക്കുന്നു. ഒരു വ്യക്തിയെ മുഴുവനായി റിസ്റ്റോർ ചെയ്യാൻ, അല്ലെ മാറ്റുവാൻ, രൂപാന്തരം വരുത്തുവാൻ യേശു കർത്താവിന് കഴിയും. നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, തികഞ്ഞ മദ്യപാനിയോ തികഞ്ഞ ലഹരിക്ക് അടിമയായിരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു വ്യക്തി ദൈവത്തിൻ്റെ വചനം കേട്ട് പാപബോധം വരുമ്പോൾ അവൻ മാനസാന്തരപ്പെടുമ്പോൾ അവൻ ആൾ മാറിയവനെ പോലെ ആയിത്തീരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ, നമ്മുടെ ജീവിതത്തിലെ സ്വഭാവത്തെ മാറ്റുവാൻ, നമ്മുടെ സംസാരത്തെ മാറ്റുവാൻ, നമ്മുടെ ചിന്താഗതികളെ മാറ്റുവാൻ യേശു കർത്താവിന് കഴിയും. ആൾ മാറിയവനെ പോലെ നമ്മളെ മാറ്റുവാൻ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. പലപ്പോഴും നമ്മളോട് ഒരാൾ തെറ്റ് ചെയ്യുമ്പോഴോ നമ്മൾ ഒരാളോട് തെറ്റ് ചെയ്യുമ്പോഴോ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിന്നോട് ക്ഷമിച്ചു. എന്നാൽ ഇതിൻ്റെ പിന്നിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ അവരോട് ക്ഷമിക്കും, എന്നാൽ നമ്മളത് മറക്കത്തില്ല. എന്നാൽ യേശു കർത്താവും പിതാവായ ദൈവവും പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ നമ്മളോട് ക്ഷമിക്കുക മാത്രമല്ല, അതിനിയും ഒരിക്കലും ഓർക്കുക പോലും ഇല്ല. അതാണ് കർത്താവിൻ്റെ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ പാപത്തെ നമ്മളോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ ലോകത്തിൽ മാത്രമല്ല, നിത്യത വരെ ആ പാപത്തെ ക്ഷമിച്ചിരിക്കുകയാണ്. അതിനി ഓർക്കത്തില്ല. പലപ്പോഴും നമ്മുടെ സഹോദരങ്ങളോ സുഹൃത്തുക്കളോ നമ്മളോട് തെറ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മൾ അവരോട് ക്ഷമിച്ചേക്കാം, എന്നാൽ അതെന്നും നമ്മുടെ മരണം വരെയും അല്ലെങ്കിൽ അത് മറക്കാൻ വളരെ പ്രയാസമായിരിക്കും. എന്നാൽ യേശു പറയുകയാണ്, ഞാൻ നിന്നോട് ക്ഷമിക്കുക മാത്രമല്ല, അത് ഞാൻ മറക്കുകയും ചെയ്യും. അതെ, ഒരുത്തൻ ക്രിസ്തുവിലായി തീർന്നാൽ അവൻ പുതിയ സൃഷ്ടിയായി തീരും. നമ്മുടെ ജീവിതത്തിലെ കഴിഞ്ഞ കാല സകല പാപത്തെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നെങ്കിൽ അവൻ നമ്മളോട് ക്ഷമിക്കുക മാത്രമല്ല, അത് മറന്ന് നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവമാണ്.